നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും പുതുവത്സരത്തിന്റെ നന്മകളും ആശംസകളും നേരുന്നു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിലെ രണ്ടാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വലൂർപ്പടി ശ്രാമ്പിക്കൽ വീട്ടിൽ ദിവേകിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കേസിലെ ഒന്നാം പ്രതി നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 10-നാണ് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പ്രഗിലേഷിന്റെയും ദിവേകിന്റെയും ഭീഷണിയെ തുടർന്ന് ജീവൻ ഒടുക്കുന്നുവെന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. തൃത്തല ആനക്കര എഞ്ചിനീയർ റോഡിന് സമീപം നിയന്ത്രണം വിട്ട വാൻ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. വെള്ളാറൂർ സ്വദേശി VK മനോജ് കുമാറിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പരിക്കേറ്റയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ്. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേള 2026 ജനുവരി 2 മുതൽ 11 വരെയാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് സരസ് മേള ചരിത്രത്തിലാദ്യമായാണ് ചാലിശ്ശേരിയിലെത്തുന്നത്. ഡിസംബർ 17-ന് ആരംഭിച്ച പവലിയനുകളുടെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. 100 കണക്കിന് തൊഴിലാളികളാണ് രാത്രിയും പകലുമായി പണിയെടുക്കുന്നത്. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും രുചിവൈവിധ്യം വിളമ്പുന്ന 30-ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ടിന്റെയും 17,000 ചതുരശ്ര അടിയുള്ള പ്രധാന വേദിയുടെയും 52,000 ചതുരശ്ര അടി വലിപ്പത്തിലുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകൾ ഒരുക്കിയ പവലിയൻ എന്നിവയുടെ പണികളും ബുധനാഴ്ച വൈകിട്ടോടെ പൂർത്തിയായിട്ടുണ്ടെന്ന് കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജരും ഇൻഫ്രാസ്ട്രക്ചർ വർക്കിംഗ് കൺവീനറുമായ N ശ്രീരേഖ CCTVയോട് പറഞ്ഞു. കുടുംബശ്രീ ദേശീയ സരസ്മേള 2026 ചാലിശ്ശേരിയിൽ വെച്ച് നടത്തുന്ന സരസ്മേളയുടെ അവസാന ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 31-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഏകദേശം എല്ലാ പണികളും പൂർത്തിയാകും. എല്ലാവരെയും ദേശീയ സരസ്മേളയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാൻ മുൻ MLA TP കുഞ്ഞുണ്ണി, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കൺവീനറുമായ ഷിജു R ചന്ദ്രൻ, വർക്കിംഗ് കൺവീനർ N ശ്രീരേഖ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കടവല്ലൂർ പെങ്ങാമുക്ക് വീട്ടിൽ പരേതരായ തങ്കു മാസ്റ്ററുടെ മകൻ മുരളീകൃഷ്ണ നിര്യാതനായി 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. സരിത ഭാര്യയും അനിരുദ്ധ്, ലോപമുദ്ര എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കല്ലറയ്ക്കൽ കുടുംബാംഗവും ആവടി HVF IOFS റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമായ ജോർജ് K മാത്യു നിര്യാതനായി 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് കിൽപോക്ക് സെമിത്തേരിയിൽ നടക്കും. കിഴക്കേ കോയിക്കൽ പരേതയായ മേരി ജോർജ് ഭാര്യയും എലിസബത്ത് ജോർജ്, സൂസൻ ജോർജ്, സുനിൽ കല്ലറയ്ക്കൽ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.